മന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരാൾ ഇവിടെ എത്ര കാലായി കാത്തിരിക്കണു. ഇനി ആ കാത്തിരിപ്പോണ്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. കൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കസേരകളി. NCPയുടെ മന്ത്രി കസേരയ്ക്ക് വേണ്ടി തോമസ് ഏട്ടൻ എത്ര കാലായി കാത്തിരിക്കണു. അതിനുവേണ്ടി ആരെയൊക്കെ കണ്ടു, ആരെയൊക്കെ ഭീഷണിപ്പെടുത്തി, മൂപ്പരുടെ എത്രയെത്ര ഭാവഭേദങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ട് ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല. പവാർജി എന്താണ് ആദ്യം എടുത്ത തീരുമാനം, അതേ തീരുമാനം തന്നെ നടപ്പിലാക്കണമെന്നാണ് അന്ന് പോലെ ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ നിന്നും ഞാൻ വ്യതിചലിച്ചിട്ടൊന്നുമില്ല, അത് തന്നെ സ്റ്റാൻഡ്. പക്ഷേ ഇപ്പം അതിനേക്കാളുപരി എൻ്റെ പാർട്ടിയാണ് വലുത്. പാർട്ടി അത് ഇവിടെ ഈ ചങ്കിനകത്ത് കൊണ്ടു നടക്കണത്. പാർട്ടി പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല കേട്ടോ. പിന്നെ സ്ഥാനം വേണം, പദവി വേണം എന്നൊക്കെ ആഗ്രഹം തോന്നണത് അത് സ്വാഭാവികമല്ലേ. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയും ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് നടക്കണം. കാരണം അവസരങ്ങൾ എപ്പോഴും ലഭിച്ചെന്ന് വരത്തില്ല. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ കൂടിയല്ലേ 2.5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AK ശശീന്ദ്രൻ്റെ ആ സീറ്റ് വാങ്ങിച്ചിട്ട് മന്ത്രി കസേര തോമസ് ഏട്ടന് കൊടുക്കാന്ന് പറഞ്ഞു ആ പിഞ്ചു മനസ്സിൽ ആഗ്രഹം നിറച്ചത്. എന്നിട്ട് ഇപ്പം എല്ലാവരും കൂടി കൈമലർത്താണല്ലേ. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് എനിക്ക് യാതൊരു വൈമനസ്യമില്ല. അങ്ങനെ ഞാനിതുവരെ ആരോടും പാർട്ടിക്കുള്ളിലോ പാർട്ടിക്ക് പുറത്തോ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് ശരി. അപ്പൊ തോമസ് ഏട്ടന് മന്ത്രി കസേര കൊടുക്കണില്ല ആർക്കാണ് ഇവിടെ പ്രശ്നം? ശശീന്ദ്രനോട് വെച്ചപ്പോ മൂപ്പർക്ക് പ്രശ്നമില്ല, PC ചാക്കോയോട് വെച്ചപ്പോ മൂപ്പർക്കും പ്രശ്നമില്ല, ദേശീയ നേതൃത്വത്തോട് വെച്ചപ്പോ അവർക്കും പ്രശ്നമില്ല. അപ്പൊ ആർക്കാണ് ഇവിടെ പ്രശ്നം? അയാൾ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വനം വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് ആ നിലയിൽ കൈകാര്യം ചെയ്തു മതി. AK ശശീന്ദ്രൻ മികച്ച മന്ത്രി എന്നല്ലേ പറഞ്ഞത്? സംതിങ് ഫിഷി. അപ്പൊ ശശീന്ദ്രൻ തന്നെ മതി മന്ത്രിയായിട്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇത് അനുവദിച്ചുകൂടാ. എന്താ ചെയ്യാ? തീരുമാനം എടുക്കേണ്ടവരാണ്, പവാർജിയാണ്. ഞാൻ തീരുമാനം എടുക്കട്ടെ, അതനുസരിക്കാന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളത്. ഐഡിയ. നേരെ പെട്ടിങ് ഇടയ്ക്കെടുത്ത് പവാർജിയുടെ വീട്ടിലേക്ക് വിടാം. എന്നിട്ട് മനസ്സിൽ ദുഃഖഭാരം എല്ലാം അവിടെ ഇറക്കി വെക്കാം. അതോടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം. ഞാൻ ഇവിടെ ഡൽഹി വന്നത് പവാർജിയെ കാണാനാണ്. എൻ്റെ മാനസികമായിട്ടുള്ള സകല വിഷയങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു, അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. എൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ എത്ര തവണ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു. അവിടെ മാത്രം മന്ത്രി കസേര കിട്ടാൻ വേണ്ടി ഇവിടെ എല്ലായിടത്തും ആ പാവ ഇങ്ങനെ ഗതി കിട്ടാണ്ട് അലഞ്ഞിരിഞ്ഞ് നടക്കല്ലേ. 2.5 വർഷം എന്നുള്ള കരാറ് പോട്ടെ, ഇനി 1.5 വർഷമേ ബാക്കിയുള്ളൂ. ഇപ്പോഴെങ്കിലും മന്ത്രി കസേര കിട്ടിയില്ലെങ്കിൽ ആ ആഗ്രഹം ഇനി സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടാ. മന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇനി എത്ര വാതിലുകൾ മുട്ടേണ്ടി വരും? മകനെ തുടങ്ങു നിൻ യാത്ര. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ശശീന്ദ്രൻ സാറിന് വേറൊന്നും പറയാനില്ലല്ലോ. അല്ല, അങ്ങ് വനം മന്ത്രി ആയിരിക്കുന്ന കാലത്തെ കാടിറങ്ങിയ ആനയുടെയും പുലിയുടെയും കടുവയുടെ എണ്ണത്തിന് കയ്യും കണക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്കൊന്ന് വഴിമാറി തരുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ച് 2.5 വർഷം കഴിഞ്ഞാൽ മന്ത്രി കസേര തിരിച്ചു കൊടുക്കാന്നുള്ള കരാറൊക്കെ സ്ഥിതിക്ക് ഇവരുടെ സാധാരണ സ്വഭാവം ഒരിക്കലും മനുഷ്യനോട് നേരെ അക്രമാസകനായിട്ട് പെരുമാറാത്ത ഒരു നിലപാടുള്ള വന്യമൃഗമാണ് ഈ കാട്ടുപോത്ത് എന്നാണ്. ജനങ്ങളായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് അതെപ്പോഴും നീങ്ങുന്നതും കാണാറുള്ളത് എന്നാണ്. ആ ആനയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പൂജ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാത്തതിലല്ല. ആ ആനക്ക് അവിടത്തേക്ക് സ്വാഗതം, അതിന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയല്ലേ. കാട്ടുപോത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ പിടിച്ചോണ്ട് വരുന്ന കാട്ടാനയുടെ ആരോഗ്യത്തിന് വേണ്ടി പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ട്. അങ്ങനെ വളരെ നിഷ്കളങ്കമായി മന്ത്രി ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന്റെ മന്ത്രി കസേര പിടിച്ചു വാങ്ങാൻ ലേശം ഉളുപ്പുണ്ടോ തോമസ് ഏട്ടാ നിങ്ങൾക്ക്? വകുപ്പ് വന്യമൃഗാണെങ്കിലും പൂച്ചക്കുട്ടിയുടെ മനസ്സാ മൂപ്പർക്ക്. എനിക്ക് നിരാശയില്ല. നിരാശപ്പെട്ടാൽ ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യാശയുള്ളൂ. നിരാശയെ പ്രത്യാശയിലേക്ക് വഴിതിരിച്ചു വിട്ട് ആ മനുഷ്യൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ വാക്കിൽ പ്രതീക്ഷ ഉണ്ടെങ്കിലും മനസ്സിൽ മുഴുവനും നിരാശയാണെന്ന് മനസ്സിലാക്കിയ തോമസ് ഏട്ടൻ മൂപ്പരുടെ ഒപ്പം നിന്നു. മന്ത്രി കസേരയുടെ കാര്യം നമുക്ക് ഇപ്പൊ റെഡിയാകാന്ന് പറഞ്ഞു. തോമസ് എന്റെ പാർട്ടിയിലെ ഒരു MLA ആണ്. അദ്ദേഹത്തെ ഞാൻ സംരക്ഷിക്കും. അദ്ദേഹം എൻ്റെ പാർട്ടിയിലെ ഒരു MLA ആണ്, നിങ്ങളുടെ ആരുടെ ആളല്ല. തോമസ് എൻ്റെ പാർട്ടിയിലെ ഒരു MLA ആണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളാരും ബാധിക്കേണ്ട. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ജോലി എൻ്റെയാണ്. അദ്ദേഹത്തെ ഞാൻ സംരക്ഷിച്ചോളാം. കാര്യം നിങ്ങൾ തമ്മിൽ കുറെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നപ്പോ തോമസ് ഏട്ടനെ ചേർത്ത് നിർത്താനും ആശ്വസിപ്പിക്കാനും പവാർജിനെ കാണാൻ പോകാനൊക്കെ കൂടെ നിന്നത് ആരാ? ചാക്കോ സാറല്ലേ. ഇതിനെയാണ് സൗഹൃദം എന്ന് പറയുന്നത്. പണ്ടത്തെ തോമസിനെ വിട്ടു. ഇതൊരു പുതിയ തോമസിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 മാസം മുമ്പുള്ള ഒരു തോമസ് MLA അല്ല ഇപ്പോൾ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാനും
മന്ത്രിയൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ചിരിച്ചോണ്ട് കൂടെ നിന്നപ്പോ മന്ത്രി കസേര ഇപ്പൊ കിട്ടുന്നു കരുതി ആ മനുഷ്യൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മന്ത്രി കസേര ദാന്ന് പറഞ്ഞ് താലത്തി വെച്ച് തരുന്നു വിചാരിച്ചു. മോഹങ്ങളെല്ലാം നേടേണം, മനം കൊള്ളും നോവും വേണ്ട. കസേര കളിയിൽ ഇപ്പൊ തീരുമാനം ഉണ്ടാകും. കഥ ഇതാ ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി ഓക്കെ പറഞ്ഞാലാണല്ലോ NCPയുടെ മന്ത്രി കസേരയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അപ്പൊ ശരത് പവാർ വഴി കാര്യങ്ങൾ മുഖ്യമന്ത്രിനെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഓക്കെ ആവും. ശരത് പവാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ തട്ടിക്കളയാനും പറ്റൂല. അങ്ങനെ അതുവഴി മന്ത്രി കസേര കിട്ടുമായിരിക്കും. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല, ഞാനൊരു തടസ്സവുമാവുകയില്ല. പക്ഷേ അതിനുള്ള ചില പ്രയാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. എന്തുട്ട് തടസ്സം? ഇപ്പൊ അങ്ങനെയായ ആ തടസ്സം എന്തുട്ടാന്ന് പറഞ്ഞിട്ട് പോയാ മതി. ചാക്കോ സാറെ പറയും. ചാക്കോ സാറല്ലേ പറഞ്ഞത് എന്ത് വില കൊടുത്തും തോമസ് ചേട്ടനെ സംരക്ഷിക്കുന്നു. മന്ത്രി കസേര കൊടുക്കാൻ പറയും ചാക്കോ സാറെ. NCPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്ന 5 വർഷത്തേക്കാണ്. ഏതെങ്കിലും ഒരു തലത്തിൽ, അഖിലേന്ത്യാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഏതെങ്കിലും ഒരു തലത്തിൽ ഒരിക്കലും മറിച്ചൊരു അഭിപ്രായമോ മറിച്ചൊരു ധാരണയോ NCPയിൽ ഉണ്ടായിട്ടില്ല. ചാക്കോ സാറ് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ ഇപ്പോഴാണ് തോമസ് ചേട്ടൻ ആലോചിക്കണത്. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞുള്ള പ്ലാൻ ആയിരുന്നല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം എന്തിനാണ് പ്രകാശ് കാരാട്ടും പിന്നെ ചാക്കോ സാറും കൂടെ മുഖ്യമന്ത്രിനെ കാണാൻ പോയത്? AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതിന്റെ ആവശ്യകത മുഖ്യമന്ത്രിനെ ബോധ്യപ്പെടുത്തുന്നു പറഞ്ഞിട്ടല്ലേ കാവടി തുള്ളിയാർന്ന് പോയത്? എന്നിട്ട് അവിടെ എത്തിയപ്പോ കാല് മാറിയല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, പ്രകാശ് കാരാട്ടിനെ പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പർക്ക് ഇവിടുത്തെ കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ലല്ലോ. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ മൂപ്പര് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പുള്ളിക്ക് പേടിയല്ലേ? ഇങ്ങനത്തെ ആളെയാണോ തോമസ് ഏട്ടങ്ങൾ വിശ്വസിച്ചത്? ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും, പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും. ദാറ്റ്സ് ലൈഫ്. അങ്ങനെ അവസാനം അത് തന്നെ സംഭവിച്ചു. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന് CPM സംസ്ഥാന നേതൃത്വം പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. അതിന്റെ കാരണം അറിയിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തോമസ് ഏട്ടാ, നിങ്ങൾക്ക് പാളിച്ച് പറ്റിയത് എവിടെയാണെന്നറിയോ? ഈ ദേശീയ നേതൃത്വത്തെ കാണാൻ പോയ സമയത്ത് പിണറായി സാറിനെ പ്രീതിപ്പെടുത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ മന്ത്രി കസേര എപ്പോഴേ കയ്യിലിരുന്നേനെ.